ഒരു അപ്പിയറൻസിൽ വരുമ്പോൾ തന്നെ നമുക്കൊരു നമ്മൾ ആ ഒരു ക്യാരക്ടറിലേക്ക് നമുക്ക് ഓക്കെ ഇത്രയും ഒരു 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 ഏജ്ഡ് ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിന് ഇങ്ങനെ ഒരു അപ്പിയറൻസ് വരണമെങ്കിൽ അയാൾ അത്രയും എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ. അപ്പം നാച്ചുറലി നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ ആ ഒരു ഇത് എനിക്ക് ഉള്ളിൽ വരുന്നുണ്ടായിരുന്നു, പുറത്ത് വന്നു. ഡയലോഗ് മോഡുലേഷൻ ഇപ്പൊ ഈ സംസാരിക്കുന്ന അല്ലല്ലോ നമ്മുടെ അതും എനിക്ക് തന്നെ ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. കാരണം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു ചേട്ടൻ ഇങ്ങനെ ഞാൻ ജോസിനെ ആലോചിക്കും, ജോസ് പറയുന്ന രീതിയും ജോസിന്റെ സംസാരത്തിന്റെ ഡെലിവറി ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി അത് പുള്ളി ജോസ് ആയിട്ടാണ്. ഇവിടെ നമ്മുടെ ഇന്ദ്രൻ പോയല്ലേ ഇനി എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ സെറ്റിൽ? എല്ലാവരും നല്ല സൗഹൃദത്തിലായിരുന്നു, വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആയിരുന്നു എല്ലാവരും. ഇന്ദ്രജിത്ത് ചേട്ടൻ നമ്മൾക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച ആളാണ്. ആ ഇന്ദ്രജിത്തായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടോ? ഇതില് ആർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്? ഇതില് ഇപ്പം ഈ പറയുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും കോമ്പിനേഷൻ സീൻസ്. ഓക്കെ, ലൈക്ക് ഭയങ്കര ഒരു ഇതിലും ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്. എല്ലാരും പൂക്കി മാറിയില്ലേ? രണ്ട് മെയിൻ പൂക്കീസ് ആണോ? ഇന്ദ്രേട്ടനും മെയിൻ പൂക്കി നിശാന്ത്. രണ്ടാമത്തെ നിശാന്ത്. കോളേജിൽ